ഒരു പ്ലേറ്റ് നിറച്ച് പാനിപ്പൂരിയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ആൻഡ് അതിനു മുന്നേ നമ്മുടെ ഇന്നത്തെ ചാലഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ 5 പേരായിരിക്കും. ഡോമ്, അർജുൻ, ഡോമുണ്ട്, അതുപോലെ കൊമ്പനുണ്ട്, അതിന്റെ അതുപോലെ ഞാനുണ്ട്, അതിന്റെ അതുപോലെ നമ്മുടെ വക്രയുണ്ട്, പിന്നെ നമ്മുടെ 5ാമതായിട്ടുള്ള ഒരാളുണ്ട്. പണിയൊന്നും ഇല്ല ഇന്നെന്താ പണിയല്ല അവരെ കാണിക്കല്ലോ. ഒരു 5ാമതായിട്ട് ഒരാളും കൂടി ഉണ്ട്. ചാലഞ്ചിലും വ്ളോഗിലും എല്ലാവരും നമ്മുടെ ചാർലി ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ കൂടെ. ഇത് പിന്നെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. നമ്മൾ ലാസ്റ്റ് ചാലഞ്ചിൽ പരിചയപ്പെട്ടു. നമ്മളെ എന്തായാലും ഈറ്റിംഗ് ചാലഞ്ച് ആയതുകൊണ്ട് തിന്ന് മറിക്കാൻ പറ്റിയ ആൾക്കാർ വേണ്ട. അപ്പൊ നമ്മൾ ഡോമിനെ പോലുള്ള ആൾക്കാർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ചാർലിന്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്. ഇത് നമ്മൾ വാങ്ങിയതാണ്. പക്ഷെ ഇതിന്റെ കാഴ്ച ഒക്കെ നമ്മൾ പാനിപ്പൂരിന്റെ ഈ വെള്ളത്തിന് എന്താ പറയാ മിക്സ്, അത് മാത്രം മതി. നമ്മൾ ബാക്കി എല്ലാവരും വാഷ് ഉണ്ടാക്കിയതാ. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയാണ്. ഇത് ഗൈസ് ഇതിൽ ഫില്ല് ചെയ്യുന്ന സാധനം കേട്ടോ. മറ്റേ ഈ പൊട്ടാറ്റോ മറ്റേ ഉള്ളിലേക്ക് ഇട്ടുള്ള സാധനം. മറ്റേ കിട്ടില്ല, ബുർജിയോ ഇയാള് മറ്റേ പാനിപ്പൂരി കടയൊക്കെ ഇട്ട് നടക്കുവാ. അപ്പൊ ഇത്രയല്ല, ഇതിൽ കൂടുതൽ സാധനങ്ങൾ, അതായത് ഇതിൽ കൂടുതൽ പാനിപ്പൂരി അവിടെ ഉണ്ട് കേട്ടോ. എല്ലാരും തീർത്തിട്ട് നമ്മൾ വേണ്ട റീഫില്ല്. എല്ലാരും എത്രയൊക്കെ തിന്നുമെന്ന് ചോദിക്കും. നമുക്ക് ഒരു പ്രഡിക്ഷൻ എടുക്കാം. ഓക്കെ, ഡോം എത്ര തിന്നു? 10 മിനിമം. മിനിമം 10. ഞാൻ കൂടുതൽ എത്ര തിന്നോ? 10 10 കൂടുതൽ തിന്നു. എത്ര തിന്നു? ഞാൻ 20 വേണം. ഞാൻ 20 കഴിക്കും. ഡോമ 10 കഴിക്കുമെങ്കിൽ ഞാൻ 20 കഴിക്കും. ഞാൻ സീനിയർ ആണോ? ഞാൻ ഒരു 10 മാക്സിമം. സമയമുണ്ടല്ലോ, നമുക്ക് ഒരുപാട് സമയമുണ്ട്. ചാലഞ്ചിന് അങ്ങനത്തെ സമയമൊന്നുമില്ല. അതായത് ഇവര് തമ്മിൽ ഒരു ബെറ്റ് ഉണ്ടായിരുന്നു. കൊമ്പന് വക്കിന് തമ്മിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. അല്ല, നമ്മളത് ഇതിന് മുന്നിട്ട് ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് കഴിച്ചോക്കെ. ആ വ്ളോഗ് കണ്ടാൽ മതി ഇവര് തമ്മിലുള്ള ബെറ്റ് എന്താ അറിയില്ല. ഓക്കെ, ആ വ്ളോഗിലുണ്ടല്ലോ. പിന്നെ ചാർലി പ്രഡിക്ഷൻ പറയും. എത്ര തന്നെ? എത്ര കഴിക്കും? 35. എന്നാ പിന്നെ ഒരു 35. 35 ഞാൻ. അപ്പൊ 40. പക്ഷെ ഞാൻ ഡോം പ്രതീക്ഷിച്ച ഒരു 50 ഡോം കഴിക്കുന്ന വിചാരിച്ചാ. ഡോം ഞാനൊന്ന് പണിക്കൊന്നും പോയില്ല. എല്ലാരും ഓക്കെ. അപ്പൊ എന്തായാലും അപ്പൊ നമ്മൾ എല്ലാരും ഒരുമിച്ചായിരിക്കും കഴിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് ഇങ്ങനെ തോന്നിയ പോലെ നമുക്ക് അറിയാൻ പറ്റും. എണ്ണം കറക്റ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എന്നാ പിന്നെ തുടങ്ങാലോ നമുക്ക്. അപ്പൊ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ എന്താ ചെയ്യണല്ലോ? ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാ. സംഭവം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ 1 മില്യൺ ഒക്കെ അടിക്കാൻ പോകണേ. അപ്പൊ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് 1 മില്യൺ ആവാൻ പറ്റും. അപ്പൊ എന്തായാലും ഇവന്റെ ഫേസ് കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് എന്റെ ഫേസിന് ലൈക്കും, അവന്റെ ഫേസിന് അൺലൈക്ക് ചെയ്യും അവര്. ഡിസ്ലൈക്ക് എണ്ണം കാണിക്കാത്ത കാണായിരുന്നു നിന്റെ ലൈക്ക്. പിന്നെ 30 എന്ത് ലൈക്ക്? ലൈക്ക് ടാർഗറ്റ് അല്ലേ ഗൈസ്? എല്ലാരും മാക്സിമം ലൈക്ക് അടിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഫില്ല് ചെയ്ത് ഇത് എങ്ങനെ ഫില്ല് ചെയ്യണേ? ഇതൊന്നും അറിഞ്ഞൂടെ? ഞാൻ തിന്നല്ലേ അതിന്റെ ഉള്ളിലിട്. ഇതിന്റെ ഉള്ളിൽ ഇനി നമ്മുടെ ആ ഫില്ലിങ് എടുക്കണം. ഓക്കെ, പൊട്ടാറ്റോ ഫില്ലിങ്. സ്പൂണൊക്കെ ആയത്തൊരു മാത്രമല്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോ തന്നെ ഇങ്ങനെ അതായത് നമ്മള് കൈ മുക്കണോ? ഇല്ല, അതിൽ നിന്ന് ഇറങ്ങി കുളിക്ക്. പാനിപൂരി എങ്ങനെ കഴിക്കുക? ഇങ്ങനെ ഒഴിക്കണം. അയ്യോടാ ഐജീനെ, ഇനി താൻ അതീ മുക്കേ തന്റെ കൈ ഞാൻ വിട്ടു കേട്ടില്ലേ? അറിഞ്ഞൂടെ? അയ്യോ, കൊറേ പൂരികളൊക്കെ കണ്ടോ? ബായ് തിന്നണുണ്ടോ? അയ്യോ, ഇങ്ങനെ വേണം തിന്നാൻ. ഞാൻ 20 പറഞ്ഞാൽ ഞാൻ 5 ആക്കി. അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ. ഇതെന്ത് വെള്ളമാണോ ഇത്? ഇത് അതിനൊരു നാക്ക് ഉണ്ട്. അതിങ്ങനെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ പെട്ടെന്ന് തിന്നു. അതല്ല ഡോം ചേട്ടൻ എനിക്കറിയാൻ
ഇത് ഷവറോ? തെറിപ്പിക്കില്ല. ഓക്കെ സെറ്റല്ലേ? ഒരു മിനിറ്റ്. എങ്ങനെ അഭിപ്രായം പറ എങ്ങനെയുണ്ട്? സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ലേ അത് അല്ലല്ല പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സാധനം അഭിപ്രായം പറ. ലേശം ലേശം ഇച്ചിരി കൂടിയോന്നൊരു സംശയം. ഇതെന്താണെന്നറിയോ? ഇത് ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചിലപ്പോ കാരണങ്ങൾ ഉണ്ടാവൂല. ഇഷ്ടപ്പെടാതിരിക്കും കാര്യങ്ങൾ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഹൈജീനിക് ആയിട്ട് ഉണ്ടാക്കിയാണ്. അല്ലാതെ ഭാര്യമാര് അവിടെ ഇവിടെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയതല്ലാത്തതുകൊണ്ട് ഇത് നല്ല വൃത്തിക്ക് ഉണ്ടാക്കി. പിന്നെ പാനിപ്പൂരി ടേസ്റ്റ് ഉള്ളത് വേണ്ട തിന്നാൻ. അല്ല ഇവന് ഇങ്ങനെ മുക്കിക്ക് കഴിക്കാൻ പറ്റൂല. പക്ഷെ ഭാര്യമാര് മുക്കിട്ട് അതാണ് ഇവൻ. സോ ഗൈസ്, അപ്പൊ നമ്മള് എല്ലാരും ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ എല്ലാവർക്കും ഓരോ പ്ലേറ്റില് 15 എണ്ണം കഴിച്ചു അല്ലേ? 15 വെച്ച് നമ്മൾ എല്ലാവർക്കും വീതിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് കഴിക്കുക. അതാണ് അതിന്റെ ഒരു വൈബ്. അതാണ് അതിന്റെ ഒരു വൈബ്. ഇപ്പൊ രസമുണ്ടല്ലേ? എന്താണ് എന്റെ അടുത്ത് എടുക്കുക അവിടെ വെക്കുക. പിന്നെ അയാള് കൂടുതലായി. ഞാൻ അതിനകത്ത് വെക്കുന്നത് തേങ്ങ പറയണേ. എടി ഇവനാണ് എന്താ പറയാൻ ശരിയാണ്, ഇവനാണ്. അതിന് ഇയാള് പൊട്ടത്തരം കാണിച്ചെങ്ങനെ ജയിക്കുന്നത്? അതന്നെ, ഇത് എല്ലാവർക്കും ഓരോ എണ്ണ ഉള്ളത്. കള്ള കളിക്കാൻ പറ്റും. അയാള് മണ്ടനാണേലും പിന്നെ വേറെ കാര്യം, ഈ വെള്ളം മുക്കാണ്ട് ഇതിൽ മുക്കിയേ പറ്റുള്ളൂ. തിന്നിട്ട് വിശക്കുന്നു. ഓക്കെ, സോ റെഡി അല്ലേ? അപ്പൊ ഗൈസ് എല്ലാരും ഓരോന്ന് എടുക്കുക, കഴിക്കുക. ഗൈസ് ഓക്കെ, നിങ്ങൾ ഇതുപോലെ പാനിപ്പൂരി ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. മുക്ക് കൊമ്പ എന്തിനകത്ത് ഈ ഇല എനിക്ക് ഇഷ്ടമല്ല. തിരക്കൂടല്ല. എല്ലാരും മൂന്നാമത്തെ റെഡി ആണല്ലോ? റെഡിയാണോ? നോക്കിക്കോ. വെള്ളം മുക്കണം, വെള്ളം എടുക്കണം കേട്ടോ. വെള്ളം എടുക്കാണ്ട് കഴിച്ചാൽ അടി കിട്ടും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നാലാമത്തെ മുക്ക് കൊമ്പ 2 പ്ലേറ്റ് കളയല്ലേ. നാളെ വരെ ഓക്കെ. അപ്പോഴാണ് അതിന്റെ ഇതിലുണ്ടാവും. ആ ഒരു വൈബ് വരും. പിന്നെ പുതിയ ആൾക്കാരൊക്കെ വായോട് എന്തെങ്കിലും സംസാരിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്ത് നിന്നെ പറയുന്ന ഒരു ഫ്ലോയിലങ്ങ് പോയാ തിന്നാൻ വേണ്ടി മാത്രം കയറിയേക്കുന്നത്. ുള്ള രാവണ അതെത്ര? 5. കേസൊക്കെ 5-ാമത്തെ. ഞാൻ 6ാമത്തെ. പാനിപ്പൂരിൽ വരെ വെള്ളം കളിക്കുന്ന മുമ്പ്. അയ്യോ, എന്റെ മുന്നേ പഴമാണെന്ന് കഴിക്കാം നമുക്ക്. കുഴപ്പമില്ല. ലേശം ഈ പുളി കൂടുതല. അതാണ് അതിന്റെ മെയിൻ ടേസ്റ്റ്. അല്ലാതെ തെറ്റിപ്പോ അങ്ങനെ എരിയുണ്ടോ? നിന്റെ കണ്ണൊക്കെ ഇപ്പൊ തുറന്ന പോലെ. അവന് വേണമെങ്കിൽ സ്പീഡിൽ കൊടുത്തോട്ടോ. അവൻ 500 കഴിക്കണ്ടവനാ. അവൻ 500 കഴിക്കണ്ടവനാ. അവൻ കഴിക്കും, നീയോ? ഞാൻ കഴിക്കത്തില്ല. ഞാനല്ലല്ലോ അടുത്ത സെറ്റ് ഇത് 6 തെറ്റിയില്ലേ? ഇത് മുക്കി ഓൾറെഡി നോക്കി. മുക്കിട്ടുണ്ടോ? ഉള്ളിൽ വെള്ളമാണ്. ഉള്ളിൽ വെള്ളം. കള്ള കളികൾ മുക്ക്. ഒരു കള കളി നടക്കൂല. 6 7 കഴിച്ചു നമ്മള്. ഏഴാമത്തെ. അതാണ് പാനിപ്പൂരി. ഡോമിനൊന്നും ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. പടപടാന്ന് പാരി പറ്റി തിന്നുന്നതാ ഡോമൊക്കെ. പാനിപ്പൂരിക്ക് ഇത്ര ടേസ്റ്റ് ഉള്ളതാണ്. ആണെങ്കിൽ 8ാമത്തെ കഴിച്ചു. കുറച്ചുകൂടെ 9 പോട്ടെ. എല്ലാവരും ഒരുമിച്ച് കഴിക്കണം. എണ്ണം തെറ്റിപ്പോടെ
കണ്ട ബാക്കി എത്ര ഉണ്ടെന്ന്? ഏഴെണ്ണുണ്ടോ? ബാക്കി എത്ര ഉണ്ടോ? 2, 4, 6, 7 2, 4, 6, 7 ആറ്. ഇത് ഇയാൾ കള്ളനാണേട്ടാ. ഇത് പാനിപൂരി, ഇത് പാനിപൂരി അല്ല. ഇത് ഉള്ളിവടയാ ഇയാള് പകുതി എടുത്ത് കളഞ്ഞ ഇയാള്. ഞാൻ തിന്നതാ. അല്ല എത്രാമത്തെ മുക്കല്ലേ? 9ാമത്തേടാ. ആ 9ാമത്തെ മുക്ക് 9ാമത്തെ മുക്ക്. എന്നിട്ട് എന്റെ മാത്രം ഇച്ചിരി വലുതാണല്ലോ എന്റെ കൊമ്പനെ ഏറെക്കുറെ ഡൗൺ ആവാൻ തുടങ്ങി കേട്ടാ. ഡൗൺ ആയിട്ടൊന്നുമില്ല. അതല്ലടാ കണ്ടാ മതിയടേ. ഈ സാധനം കൂട്ടി കഴിക്കാനാണ് പറ്റില്ല. പാനിപ്പൂരി ആ സാധനം കൂട്ടില്ലാതെ പിന്നെ പാനിപ്പൂരി കഴിക്കാൻ പറ്റുമോ? പൂരി ചെല്ലുന്നു. അതെ, പാനിപ്പൂരി എന്ന് പറയുന്നത് എന്തിനാ? അതെന്ത് പൂരി? പത്താമത്തെ കൊമ്പന ഏമക്കം വിടാനും പറ്റില്ലടേ. പത്ത് മുക്ക് അല്ല ഇത് 11 കേട്ടോ. 10 11 നമ്മൾ ഓൾറെഡി ഒരെണ്ണം കഴിച്ചാൽ എന്താണ് കളയുന്നത്? ലാസ്റ്റ് 5 3 2 5 ആദ്യം നമ്മൾ ഒരെണ്ണം കഴിച്ചു. നെക്സ്റ്റ് 2 11 നമ്മള് ആദ്യത്തോട് കഴിച്ചായിരുന്നല്ലേ? കാരണം 2, 9. അത് നമ്മള് പറഞ്ഞത് അത് ലാസ്റ്റ് കൂട്ടാ. അത് അങ്ങനെ എന്നാ അത് കൂട്ടണ്ട. അത് കൂട്ടണ്ട. പത്തനായില്ലേ? ഏതൊക്കെ 11ാമത്തെ എന്താടാ കയ്യും കാലൊക്കെ വിളക്കി ഡോമിന് മുക്കാൻ വയ്യേ. ഞാൻ നല്ല രീതിയിൽ മുക്കുന്നുണ്ട്. തൊണ്ടേ കൂടെ ട്രെയിൻ ഇറങ്ങി പോണു. വായൊക്കെ എരിയുന്നുണ്ടോ? ചുണ്ടൊക്കെ ഇവിടുന്ന് വിളിയൊക്കെ കേട്ടു തുടങ്ങി. ആ 12 12 ആ മുക്ക് മുക്കിട്ട് കഴിക്കും. ആ, എടാ, ഇത് മറന്നേ. അയ്യോ അയ്യോ അയ്യോ. അത് മതി. അത് എന്റെ ആഗ്രഹം ഇത് 15 കംപ്ലീറ്റ് ആക്കണം. എന്നിട്ട് ചാവുള്ളൂ. എന്റെ കംപ്ലീറ്റ് ആക്കും. ഞാൻ 30-35 പറഞ്ഞ് അതൊരു 50 ആക്കാതെ ഞാൻ നിർത്തൂല. ഏത് ഞാൻ പറയട്ടെ, ഇതിപ്പോ കോമ്പറ്റീഷൻ വരുന്നത് ഞങ്ങൾ രണ്ടും ആദ്യം പുറത്തു. ഈ പൊട്ടത്തിന് പുറത്തു ബോധം തന്നെ പോയിട്ടുണ്ട്. പിച്ചുമ്മയും പറയുന്നു. എല്ലാരും ഒന്ന് ആ, 13 ആ 13 അതാ വെള്ളം ഇല്ലായിരുന്നെങ്കിൽ ഓക്കെ, ഞാനൊരു 20 വേണമെങ്കിലും കഴിക്കാം. അപ്പൊ പിന്നെ പാനിപ്പൂരിയാവും. വെള്ളം ഇല്ലാണ്ട് 20 വേണം. അയ്യേ വെള്ളം ഇല്ലാണ്ട് നമ്മളൊക്കെ ഒരു 60-70 കഴിക്കുമല്ലേ? ആണോ? അയ്യേ അന്ന് വെള്ളം ഇല്ലാതെ 7 വേണമെന്ന് കഴിക്കാം. ഇത് പാനിപ്പൂരി ഇതിന് വെള്ളം ഇത് പാനിപൂരി തരുന്ന അല്ലാണ്ട് പൂരിക്കാരല്ലോ. ആ, ഒട്ടെ. 14ാമത്തെ കേസ് ഒന്നിക്കോ വിശക്കുന്നുണ്ട്. പൊട്ടിപ്പോയതാ. ഏയ്, കുറച്ച് പാനി കൂടി. എടാ, ഇവന്റെ ഉരുളക്കിഴങ്ങ് കിടക്കുന്നതാണ് ഇതിനകത്ത്. എന്തൊരു കളവനാണ് പുള്ളിയുണ്ട് കളിക്കുന്നില്ല, ബാക്കിയുള്ളവരെ കൊണ്ട് കളിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ബിരിയാണി കഴിക്കാനുള്ള കളി തുടങ്ങിയാണ്. അപ്പൊ തന്നെ തോന്നി സമ്മതിച്ചു. ജെയിംസ് കൊമ്പൻ തോറ്റ. ലാസ്റ്റ് 15ാമത്തെ ഓക്കെ നോക്കട്ടെ, നോക്കിക്കോ. കുടിക്കട്ടെ, ചവക്കട്ടെ. എങ്ങനെ മോത്ത് പോകുമ്പോഴേക്കും ഛർദ്ദിക്കാൻ പതിനഞ്ചെണ്ണം ചാർലിയ ഫിനിഷ്ഡ്. മതിയായോ? അടുത്ത നമ്മളെന്തായാലും 15 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും 10 വെച്ച് വെക്കാം. ഓക്കെ, നമുക്ക് കൂട്ടി കൂട്ടി തരാം. എന്നെ തോന്നി എനിക്കിന് വേണ്ട. ഞാൻ അതാണ് ചാലഞ്ച്. സ്പിരിറ്റ്. അപ്പൊ നമ്മളെല്ലാരും ഒരു 10 കൂടി സെറ്റ് ആക്കിട്ട് വരാം. ഓക്കെ, അടുത്ത റൗണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മുടെ അടുത്ത റൗണ്ടിനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 10 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ കൊമ്പാനാത്ര പാനിപ്പൂരി പൊട്ടിക്കാൻ വയ്യ. പീസ് തിന്നാലോ? പീസ് ആട്ടി എന്റെ പൊടി കഴിഞ്ഞാ.
ഗൈസ് അപ്പൊ എല്ലാവരും 10 10 നമ്മള് കഴിഞ്ഞ റൗണ്ടിൽ 15 വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൗണ്ടിൽ 10 വെച്ചാണ് വെച്ചിട്ടുള്ളത്. പ്രത്യേകത. പിന്നെ ഈ ഒരു റൗണ്ടിൽ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒരു ഫില്ലിങ് ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ പൊട്ടാറ്റോ ഒരു സംഭവം. ഈ റൗണ്ടിൽ ആ സാധനം ഇല്ല. ഓക്കെ, അതില്ലാണ്ട് വേണം കഴിക്കാൻ. അതാണ് വെള്ളമുണ്ട്. ഈറ്റിംഗ് ചാലഞ്ചിലും ഒരു പ്രത്യേകത നമ്മൾ കൊണ്ടുവരും. പാനിപ്പൂരിയല്ലേ ഇത്? അപ്പൊ വെള്ളമുണ്ട്. പാനിപ്പൂരിക്കകത്ത് ഫില്ലിംഗ് വേണ്ടേ? ഇതെന്താ? പാനിപ്പൂരിയിലെ ഫില്ലിംഗ് വേണം. ഇതെന്താ? പൂരി. ഇതോ പാനി. ഇനി ലൗഡ്. സോ ഗൈസ് അപ്പൊ എല്ലാരും ഓരോന്ന് എടുക്കുക. അപ്പൊ ഫില്ല് എന്താ ഇവരെ കൊണ്ട് കൊല്ലാൻ പോയല്ലോ. ഓക്കെ, സോ തുടങ്ങിയാ ഇല്ലല്ലേ? ഓക്കെ, സോ ഗൈസ് അപ്പൊ എല്ലാരും ഓരോന്ന് എടുക്കുക. അപ്പൊ ഫില്ലിംഗ് ഇല്ലാണ്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. വെറൈറ്റി ഈറ്റിംഗ് ചാലഞ്ചാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ വീട്ടോക്സിന്റെ പ്രത്യേകത. ഇത് വേറെ ടേസ്റ്റ്. ആ ഉരുളക്കിഴങ്ങായിരുന്നു ടേസ്റ്റ്. ഞാൻ പറഞ്ഞോളൂ നീ മാത്രമല്ലല്ലോ ഇനി അടുത്ത ഇത് മാത്രം തിന്നാൻ പറയോ? ഇത് വേണ്ടി ഒരിക്കലും പറയില്ല. പറയും, നീ പുറത്തായ ശേഷം പറയും. ഓക്കെ ഗൈസ് അപ്പൊ രണ്ടാമത്തെ. ഓക്കെ, എനിക്ക് മത്ത് പിടിക്കാൻ പറ്റില്ല, സത്യം പറയാലോ. ഒരു കിളിയെ പോയ പോലെ ഉണ്ട്. ആർക്കും മത വ്യത്യാസമൊന്നുമില്ലല്ലോ, എല്ലാവരും ഭയങ്കര വ്യത്യാസം. എന്നിട്ട് തന്നെ കണ്ണുകൂടെ ഒരു കണ്ണ് കണ്ണുകൂടെ കാര്യം തേച്ചോ പനി. അടുത്ത തുടങ്ങിയതേ ഉള്ളൂ, തീർന്നില്ല. എത്ര ഇത് 20? ഞാൻ തോറ്റു. ഞാൻ തോറ്റു സമ്മതിക്കാം. ഞാൻ നീറ്റുവാസത്തിൽ തോൽവി സമ്മതിച്ചു. ആണോ? എന്റെ പേര് ഞാൻ തോൽവി സംഭവിച്ചു. ചലഞ്ച് പിന്മാറിയ കൊമ്മനില്ല. ഞാൻ വേറെ തോൽവി സമ്മതിച്ചില്ല. ഹാഷ് ടി ബി കഴിക്കണേക്കാളും ഓരെണ്ണം ഞാൻ കൂടുതൽ കഴിക്കും. ഹാഷ് ടി ബി കഴിക്കണേക്കാളും ഓരെണ്ണം ഞാൻ കൂടുതൽ കഴിക്കും. ബെറ്റുണ്ടോ? ആ ബെറ്റിനുണ്ട്. എണ്ണൊക്കെ തെറ്റിയല്ലോ പുല്ല്. 15 ആ എണ്ണ 15. അപ്പൊ 15 21 കഴിച്ചു. 22ാമത്തെ എന്താ ഇതിപ്പോ ഇതിനകത്ത് മറ്റേ മാറ്റമല്ലാണോ? 22ാമത്തെയാണ് നമ്മൾ കഴിക്കാൻ പോണത്. ആണല്ലേ? ബാറ്ററി ഒക്കെ ഇട്ടുണ്ടാക്കിയത്. ഞാൻ എങ്ങനെയാ എത്ര വെള്ളം കുടിക്കുന്നത്? പോട്ടെ, ഞാൻ തരണ്ടേ? ബൂട്ടി അവന്റെ പൊക്ക വാഷ്റൂം എനിക്ക്. എന്തേ മതിയായോ? എന്നാ എടുക്ക് സാധനം ബുക്ക് 24ടാ. പുല്ല് കണ്ണം തുറക്കാൻ നിർത്തിയാ? ആ ഒമ്പ കഴിച്ചോ? അന്ന് ഞാൻ കഴിക്കുവാ. കാലൊന്ന് കയറ്റിക്കോട്ടെ. ഞാനൊന്ന് നേരെ ഇരിക്കട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല ട്രാ മോനെ. നീ കഴി കറങ്ങുമോ? അളിദാസേ, ഇങ്ങനൊന്നും പറയല്ല. ആ വയറ് കണ്ടിട്ട് നമ്മള് ചലഞ്ചിലെടുത്തിട്ട് കഴി ഒരു അമ്പണം കൂടെ കഴിക്കും. അടുത്ത ചാമ്പിക്കോ. 25 പാനിപ്പൂരി കഴിച്ചു. ഒരു അമ്പണ്ണോ 10 പോട്ടെ. 10 പോട്ടെ. 10 പോട്ടെ. ഇവിടെ നീ പറ. ഒരു സമ്മതിച്ചോ? നിർത്താറായില്ലേ? ഒരു സമ്മതിച്ചേ പറയാം. 10 എടുത്ത് കഴിച്ചു. എല്ലാവരും എനിക്ക് 10. ഗായ്സ് ഒക്കെ എനർജി ഒക്കെ ഇത്തിരി കുറവാണ്, എന്നാലും പറയാം. ഈ റൗണ്ടിൽ എല്ലാവരും 10 വെച്ച്. എനിക്ക് ഭയങ്കര ബൂസ്റ്റ് ആയി. ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് എന്തായാലും പറയാനുണ്ടോ? നീ എന്തായാലും പറയണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക.
നമുക്കൊരു ഡീൽ നമുക്ക് ഒരുമിച്ച് നിർത്താം. നമുക്ക് ഒരുമിച്ച് നിർത്താം. ഓക്കെ നിർത്തിക്കോ. തുടങ്ങാം. തുടങ്ങിക്കേ. ഉന്മേഷം ഒന്ന് ഓണായിക്കേ, ഒന്ന് ജില്ല ജില്ലയിക്കേ. തിന്നോ തിന്നോ ഏറ്റവും ചെറുത് നോക്കട്ടെ. ജില്ല എന്തെങ്കിലും ഇരിക്കണേ. കയ്യൊന്നും ഇവിടെ താങ്ങാണ്ടി മുക്ക് ആ ചാമ്പിക്കോ മുക്കാലേ. ശരിക്കും പറഞ്ഞ മത്ത് പിടിച്ചു. ഇവന്മാരൊക്കെ എങ്ങനെ തിന്നണത് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓരോ റൗണ്ട് എടുക്കുമ്പോൾ വെള്ളം മാറുന്നുണ്ടോ? ടേസ്റ്റിന് വ്യത്യാസം ഇടുന്നില്ലല്ലോ. നിർത്തിയോ? എടുത്ത് ഞാൻ നിർത്തും. നിർത്തി. ഞാൻ പറഞ്ഞില്ല ആ അടുത്തത് ചാമ്പിക്കോ. പാനിപ്പൂരിനെ കൊല്ലു. എവിടെ 1 2 3 ഇടുക്കും ഞാൻ ഇന്ത്യനകത്തേക്ക് എടുത്തിട്ടോ. പിന്നെ അങ്ങനെ എന്റെ എട്ടണം തന്നെ. ഇപ്പൊ എത്ര ഉണ്ട്? അവര് എത്ര ഉണ്ട്? 8 എല്ലാവർക്കും 8. പിന്നെന്ത് ഇയാൾക്ക് കേറണം? ഞാൻ ഇപ്പുറം തിന്നു. ഇയാൾ എക്സ്ട്രാ എടുത്ത് നിന്നിട്ടാ. ഡീടോക്സിന്റെ റൂളിനെതിരെ അത് മാത്രമല്ല കോമ്പറ്റീഷൻ ടൈറ്റ് ആയ സമയത്ത് ഫൗൾ കാണിച്ചു. എല്ലാവരുടെ ലെട്ട് ഇവന്റെ കള്ളക്കളി ഇവിടെ വേണ്ട കേട്ടല്ല. അപ്പൊ ആദ്യം തന്നെ ഇവന്മാരൊക്കെ വല്ല ഭായിമാരുടെ കൂടെ തോന്നുന്നുണ്ട് ഫുൾ ടൈം. രാജ്ദീപ് ഇനി ഒരു ഡീലിന് ഞാൻ വെക്കത്തില്ല. ലാസ്റ്റ് ഫൈനലാ ഞങ്ങൾ രണ്ടുപേരും ഔട്ടായിട്ടാ. ഇവന് രണ്ടര വീണ്ടും നിനക്ക് അവന്റെ കൊമ്പൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. കൊമ്പൻ കളിയിൽ നിന്ന് കിറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഓക്കെ അപ്പോ ആദ്യം കിറ്റ് ചെയ്തത് കൊമ്പനാണ്. ഓക്കെ ആദ്യം എലിമിനേറ്റ് ആയത് ഡോമേട്ട. അതെ, പിന്നെ കിറ്റ് ചെയ്തത് കൊമ്പനും. എന്നിട്ട് ഈക്വലാക്കാം. ഞാൻ കഴിക്കുന്നില്ല, ഞാൻ കിറ്റ് ചെയ്തു. 3 6 3 9 3 12 3 15 3 18. ഓ 3 6 3 9 3 12 3 15 3 18. ഓ ഓ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 ഇങ്ങനെയൊക്കെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. അപ്പൊ രണ്ടുപേരുടെ 18 ഓക്കെ. അപ്പൊ നമുക്ക് ഇവർക്ക് രണ്ടുപേരും നമുക്ക് സെന്ററിലോട്ട് എടുത്താം. സോ ഗൈസ് ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു 5 പേരാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5 പേരുണ്ടായിരുന്നത് ഗൈസ്. അപ്പൊ അതിൽ 3 പേര് പുറത്തായിരിക്കുന്നു. ഇനിയുള്ളത് നമ്മുടെ എഡ്വിനും നമ്മുടെ ചാർലി മാത്രമേ ഉള്ളൂ ബാക്കി നമ്മുടെ ചാലഞ്ചിൽ. അപ്പൊ ഈ പാനിപ്പൂരി ഈറ്റിംഗിൽ എത്ര വെച്ചിട്ടുണ്ടോ? 18 എന്താ പറഞ്ഞു? ഞാൻ ജയിക്കേണ്ട കളി ഞങ്ങൾ പറഞ്ഞു കള്ളക്കളി എല്ലാ ഉടായ്പകളും പറയുന്ന ഡയലോഗ്. ഗൈസ് അപ്പൊ നമ്മുടെ ഈ റൗണ്ടിൽ എത്ര ഉണ്ട്? 18 ഉണ്ട് ഗൈസ്. 2 പ്ലേയറിൽ 18 ഉണ്ട്. ഇത് മൊത്തം ആരാണ് ആദ്യം തിന്നു തീർക്കുന്നത് അവരായിരിക്കും വിന്നർ ആവുന്നത്. ഓക്കെ, ഇവന്മാരെ ഇത് പൊടിച്ചിട്ട് തിന്നാനൊക്കെ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഞാൻ റീല് കണ്ടായിരുന്നു ഈ സാധനം. ഒന്നുമില്ല, മുക്കിട്ട് തന്നെ വായിക്കിടണം. ഓക്കെ, അകത്ത് വെള്ളം വേണം കേട്ടോ. അകത്ത് വെള്ളം വേണേ, അകത്ത് വെള്ളം വേണം, കുറച്ചെങ്കിലും വെള്ളം കയറണം. ഓക്കെ, റെഡിയാണോ? വെള്ളം സമയത്ത് ഇങ്ങോട്ട് പിന്നെ വേറെ കാര്യം അതുകൊണ്ട് ഇവനാണ് ഇച്ചിരി ആക്രമണം കൊടുത്തത്. ഓക്കെ, 3 2 1
Guys, ആരാ കഴിക്കുന്നത്? ആ അതൊക്കെ കഴിക്കാം. ആദ്യം ആരും തിന്ന് എടുക്കണമെന്നാണോ പൊട്ട ചാർലിനോ ഇവ വേറെ ലെവൽ സാധനമാണ് ചാർലിന് കന്നി ചാലഞ്ചാണ്. ചാർലിന്റെ കന്നി ചാലഞ്ചാണ് കഴിച്ചത്. ഇത് ചാർലി ജയിക്കുവാണെങ്കിൽ നമ്മൾ വലിയൊരു ഗ്രാൻഡ് പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. വക്രീന് 6 കൂടി ഉള്ളു കേട്ടോ. നീ എത്രണ്ട് വായന സ്റ്റോക്കാണ് പുള്ളി. ചാർലി ഒന്ന് പിടി ചാർലി ഇറക്ക് വാശിയേറിയ പോരാട്ടം രണ്ടുപേരും ഏറെക്കുറെ ഈക്വൽ ടൈമിൽ തന്നെ ഫുഡ്. പക്ഷേ കഴിച്ചോക്കെ ആദ്യം ഫുള്ള് വായ നിറക്കിയതൊക്കെ നമ്മുടെ ചാർലി ആയിരുന്നു. ഇപ്പോഴും തിന്നോണ്ടിരിക്കുവാണ്. വലിയ വായില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു ഈറ്റിംഗ് ചാലഞ്ച് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടില വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.